ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 1.5 മാസമായിട്ട് കോഴിയുടെ വില നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നോർമലി ഒരു 100 രൂപയുടെ കോഴി ഇന്ന് 170 രൂപയാണ് മാർക്കറ്റിൽ കിട്ടുന്നത്. ഇന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ കോഴിയുടെ കച്ചവടം നടക്കുന്നത് ഹോട്ടലുകാരാണ്. ഒരു ദിവസം 10 കിലോ മുതൽ ഏകദേശം 200-250 കിലോ ഒരു ദിവസം ബിസിനസ് ചെയ്യുന്ന കടക്കാർ ഇവിടെ ഉണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസം 10,000 കണക്കിന് ഉറപ്പിക്കുക നഷ്ടമാണ്. മാത്രമല്ല, ഇവിടുത്തെ പൊതുസമൂഹം നമുക്കറിയാം, ഈ സമൂഹത്തിന് ഉള്ള ഓരോ ആളുകൾക്കും ഇതിനെ ബാധിക്കും. കാരണം ഒരു ഫാമിലിക്ക് ഒരു ചിക്കൻ മേടിക്കണമെങ്കിലും, ഇന്ന് ചിക്കൻ ഇല്ലാത്ത വീടില്ല ശരിക്കും പറഞ്ഞെങ്കിൽ, അങ്ങനെ ഒരു ഫാമിലി ഒരു ചിക്കൻ മേടിക്കണമെങ്കിൽ അവർക്ക് വലിയ സംഖ്യ കൊടുക്കേണ്ടി വരികയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം ഇങ്ങനെ ഉണ്ടായിട്ട് പോലും ഞങ്ങൾ പ്രത്യേകിച്ചും ഇതിൽ പറയാനുള്ള എന്താ വെച്ചാൽ, ഇവിടുത്തെ രാഷ്ട്രീയക്കാരൊന്നും ഇതിൽ ഇടപെട്ടില്ല എന്നുള്ള. സാധാരണഗതിയിൽ പൊതുവായിട്ട് എന്തെങ്കിലും ഒരു വിലക്കയറ്റമൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വരാറുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇത്രയും വില കൂടിയിട്ട് കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതിനകത്ത് പ്രതികരിച്ചില്ല എന്നുള്ളൊരു പ്രയാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഞങ്ങൾ പറയാനുള്ള എന്താ വെച്ചാൽ, സംസ്ഥാന സർക്കാർ ശക്തമായിട്ട് ഇതിൽ ഇടപെട്ടുകൊണ്ട് ഇതിലൊരു നിയന്ത്രണം കൊണ്ടുവരണം. അല്ലെങ്കിൽ ഈ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ തൊഴിൽ കൊടുക്കുന്ന ഈ ഒരു മേഖല ഇല്ലാതാവും. കാരണം ഇത് വളരെയധികം ആളുകൾ ഇതിനകത്ത് നമ്മളെ സ്ഥാപനങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ പറയാം, ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഇതിനകത്ത് പോകുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ തൊഴിലില്ലാത്തൊരു അവസ്ഥയ്ക്കാണ് ഇത് വരാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇവിടുത്തെ സർക്കാരിനെയും ബാധിക്കും, ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളൊക്കെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ എന്താണെങ്കിലും സർക്കാർ അടിയന്തരമായിട്ട് ഈ കോഴിയുടെ വില കാര്യമായിട്ടുണ്ടെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ ഇവിടുത്തെ ബസ്മതി അരി ആയിക്കോട്ടെ, സാധാരണ ചോറ് വെക്കുന്ന അരി ആയിക്കോട്ടെ, ഓയിലായിക്കോട്ടെ, മൈദ ആയിക്കോട്ടെ, പച്ചക്കറി ആയിക്കോട്ടെ, എല്ലാ സാധനങ്ങൾക്കും വില കൂടിയിട്ടുണ്ട്. കൂടാതെ വാടകയ്ക്ക് വല്ലാതെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ വന്നിട്ടുള്ളത്, തൊഴിലാളികളുടെ വേതനം. അപ്പോൾ അതിനൊക്കെ ഒരു തടയിടാൻ ഗവൺമെൻറ് ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് മാത്രമാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ പെരിന്തൽമണ്ണ യൂണിറ്റ് എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് നിങ്ങളോട് അറിയിക്കണം. അനധിക തട്ടുകട അല്ലെങ്കിൽ അനധികൃത ഷോപ്പ് എന്ന് പറയുമ്പോൾ അവർക്ക് ലൈസൻസ് കാര്യമായിട്ട് ഒരു FSSAൻ്റെ ലൈസൻസ് മാത്രം മതി. അതിനപ്പുറം ലൈസൻസും ആവശ്യമില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുനിസിപ്പാലിറ്റി ലൈസൻസ് വേണം, ഫുഡ് സേഫ്റ്റി ലൈസൻസ് വേണം, ഹെൽത്ത് സർട്ടിഫിക്കറ്റ്, വെള്ളം പരിശോധിച്ച കടലാസ് വേണം, ലേബർ ലൈസൻസ്, ഏകദേശം പൊല്യൂഷൻ കൺട്രോളൊക്കെ വലിയ ബാധ്യതയാണ്. അതുപോലെ ടാങ്ക്, വേസ്റ്റ് ടാങ്ക് വേണം. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ലക്ഷങ്ങൾ വേണം. ഒരു ഷോപ്പ് തുടങ്ങണമെങ്കിൽ ബേസ്മെൻ്റ് ആയിട്ട് തന്നെ ലക്ഷങ്ങൾ വേണം. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ആവശ്യമില്ല. തട്ടുകടയെ സംബന്ധിച്ചിടത്തോളം അവരെവിടെ നിന്നോ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഭക്ഷണം അവർ ഇവിടെ പൊതു തെരുവിൽ വിൽക്കുന്നു. ഞങ്ങൾ ഒരിക്കലും അവർ എതിർക്കുന്നില്ല. ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളെപ്പോലെ തന്നെ അവർക്കും ഇത്തരത്തിൽ ലൈസൻസുകൾ ഗവൺമെൻറ് നിർബന്ധമാക്കണം എന്നുള്ള. കാരണം ലൈസൻസ് നിർബന്ധമാക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ ഒരു സാധാരണക്കാരന് ഇവരെവിടെ നിന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണം എന്നൊക്കെ അറിയാൻ കഴിയും. ഇത് എവിടെയെങ്കിലും വെച്ചുണ്ടാക്കുന്ന ഭക്ഷണം ഇവിടെ തെരുവിൽ കൊണ്ടുവന്ന് ആ ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും ഒരാൾക്ക് ഒരു ഡിസോർഡർ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ആളവിടെ ഉണ്ടാവില്ല. ആ കടക്കാരൻ നാളെ അവിടെ വന്ന് നോക്കുമ്പോൾ അവിടെ ഉണ്ടാവില്ല. ഒരു ഹോട്ടലാണെങ്കിൽ അവിടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഹോട്ടൽ അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്ക് നടപടികൾ എടുക്കാൻ എളുപ്പമാണ്. ഇവിടെ തട്ടുകടയെ സംബന്ധിച്ചോളം അങ്ങനത്തെ ഒരു വിഷയമല്ല. അവർക്ക് ഇന്ന് ഇവിടെ ആണെങ്കിൽ നാളെ മറ്റൊരു സ്ഥലത്തായിരിക്കും. അത് ചിലപ്പോൾ അതുപോലെ വണ്ടിയിൽ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലത്തെ അവർ എടുക്കുന്ന വെള്ളം, ഈ വെള്ളം ഇപ്പോൾ ശരിക്ക് പറയുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ പെരുന്തൽമണ്ണയിൽ തന്നെ ഉള്ള ഒരു അനുഭവം, സാധാരണ രാത്രി കാലങ്ങളിൽ ടാങ്കിൽ സ്റ്റോക്ക് ചെയ്യുന്ന വെള്ളമാണ്. ഈ വെള്ളം ഷോപ്പ് തട്ടുകട അടച്ചു പോയാൽ അവിടെ പരിസരത്തുള്ള ആളുകൾ ഈ വെള്ളം ബുക്ക് ചെയ്തിട്ട് മറ്റു പല ആവശ്യങ്ങൾക്കും യൂസ് ചെയ്യുന്ന ഒരു ഘട്ടം ഇപ്പോഴെല്ലാം ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അത്തരം രീതിയിലുള്ള വെള്ളവും മറ്റുള്ള സാധനങ്ങളും അതിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഗവൺമെൻറ് ഇതിലും ശക്തമായിട്ട് ഇടപെടൽ നടത്തണം. അല്ലെങ്കിൽ അവർക്ക് ലൈസൻസും ഇത്തരം കാര്യമൊക്കെ കൊടുത്തുകൊണ്ട് സാധാരണ കച്ചവടം ചെയ്യുന്ന ആളുകൾ പോലത്തെ രീതിയിൽ തന്നെ അവർ കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്.